വലിയ പ്രതിഷേധമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടത്. കാളികാവിൽ വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഇതിനിടയിൽ അധിക്ഷേപിച്ചുകൊണ്ട് മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയ് പ്രസംഗിക്കുകയും ചെയ്തു. ശശീന്ദ്രൻ കടൽ കിഴവനെന്നും കാലും കയ്യും കെട്ടി കടുവാക്കൂട്ടിലിട്ടാലേ പ്രാണഭയം ഉണ്ടാകൂ എന്നുമാണ് VS ജോയ് പ്രസംഗിച്ചത്. പശ്ചിമഘട്ടം കത്തിക്കുന്ന നിലയിലേക്ക് എത്തിക്കരുതെന്നും VS ജോയ് പറഞ്ഞു. മനുഷ്യൻ മരിക്കുമ്പോൾ ചിരിക്കുകയും മൃഗങ്ങൾ മരിക്കുമ്പോൾ കരയുകയും ചെയ്യുന്ന ഒരു കടൽ കിഴവനാണ് കേരളത്തിന്റെ വനം മന്ത്രി. അയാളുടെ കൈയും കാലും കെട്ടി ഈ കടുവക്കൂട്ടിലേക്ക് ഇട്ടുകൊടുത്താലേ പ്രാണഭയം എന്ത്, ഈ നാട്ടിലെ ജനങ്ങൾ ജീവിക്കുന്ന അവസ്ഥ എന്ത് എന്ന് അയാൾക്ക് മനസ്സിലാകൂ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും നിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ചൂട്ടുകെട്ട് ഞങ്ങൾക്ക് എടുക്കേണ്ടി വരും. ഈ പശ്ചിമഘട്ട മലനിര മനുഷ്യ ശവശരീരങ്ങൾ കൊണ്ട് ഇങ്ങനെ കുന്നുകൂടിക്കഴിഞ്ഞാൽ, മനുഷ്യ കബന്ധങ്ങൾ ഇങ്ങനെ ചിതറിക്കിടന്നു കഴിഞ്ഞാൽ, മനുഷ്യന്റെ ചുടചോര കൊണ്ട് ഈ പശ്ചിമഘട്ടം ഇങ്ങനെ ചുവന്ന് തൊടുക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പശ്ചിമഘട്ട മലനാരകളെ കത്തിച്ചാമ്പലാക്കും. AK അഭിലാഷിന്റെ വിശദാംശങ്ങളുമായി. അഭിലാഷ്, പ്രകോപനപരമായ പ്രസംഗമാണ് DCC അധ്യക്ഷൻ നടത്തിയിരിക്കുന്നത്. പക്ഷേ ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെ കോൺഗ്രസ് കടന്നിരിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും ശക്തമായ പ്രതിഷേധം തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഗഫൂറിന്റെ മരണശേഷം ഈ കാളികാവ് ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ ഈ മാർച്ചിലാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധം, ഇത്തരത്തിലുള്ള പ്രകോപനപരമായ പരാമർശങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. രണ്ട് വിവാദ പരാമർശങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും മന്ത്രി AK ശശീന്ദ്രനെതിരെ നടത്തിയ ഒരു പ്രതികരണമാണ്. അതിൽ പ്രധാനമായും പറയുന്നത് കടൽക്കിഴവനാണ് AK ശശീന്ദ്രൻ. കാരണം മനുഷ്യൻ മരിച്ചു വീഴുകയും അതോടൊപ്പം തന്നെ മനുഷ്യൻ മരിച്ചു വീഴുമ്പോൾ ചിരിക്കുകയും മൃഗങ്ങൾ മരിക്കുമ്പോൾ കരയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് AK ശശീന്ദ്രൻ. അദ്ദേഹത്തിന് പ്രാണഭയം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യും കാലും കെട്ടിയിട്ടതിന് ശേഷം കടുവാക്കൂട്ടിലിടണം എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പറയുന്നത്. കാരണം അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് ഏതെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷിയില്ല എന്നുള്ള അത്രയും അധിക്ഷേപകരമായ പരാമർശം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ടാണ്. പശ്ചിമഘട്ടം ചൂട്ടുകറ്റയുമായി വന്ന് ഞങ്ങൾ കത്തിയും. കാരണം ഇത്തരത്തിൽ മൃഗാധിപത്യം നടത്തുന്ന ഒരു നാട്ടിൽ, അവിടെ മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ പശ്ചിമഘട്ടത്തെ ഈ ചൂട്ടുകറ്റയുമായി വന്ന് ചുട്ടുകരിക്കുന്ന നിലയിലേക്ക് എത്തിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പിലൂടെയാണ് അദ്ദേഹം ഈ പ്രസംഗത്തിന്റെ പ്രധാന ഭാഗം കടന്നു പോകുന്നത്. ഏതായാലും കോൺഗ്രസിന്റെ ഭാഗത്ത് വലിയ തരത്തിൽ വിമർശനം വരുന്നു. അതോടൊപ്പം തന്നെ മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെ വിമർശനം വരുന്നു. പ്രധാനമായും കഴിഞ്ഞ 2 വർഷമായി ഇവിടെ ഈ മേഖലയിൽ കടുവ സാന്നിധ്യമുണ്ടെന്ന് ഈ വനവകുപ്പിനെ അറിയിച്ചിട്ട് പോലും യാതൊരു നടപടിയും എടുക്കാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്രയും വലിയ വിമർശനം ഇപ്പോൾ ഉയർന്നു വരികയും ചെയ്യുന്നത്. ശരി, വ്യക്തമാണ്. AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും കടുവയെ പിടികൂടുന്നതിന് വേണ്ടി കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടുതൽ നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. നമുക്ക്